ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ആദ്യത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. മാർച്ച് 16-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അതൊരു തിങ്കളാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച, അതായത് മാർച്ച് 15-ന് വൈകുന്നേരം പുറത്ത് പോയി ഭക്ഷണം കഴിച്ച് കേക്ക് കട്ട് ചെയ്ത് വരാമെന്നാണ് എന്നോട് പറഞ്ഞിരുന്ന പ്ലാൻ. അതനുസരിച്ച് വൈകുന്നേരം 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു 6:40 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ബാൻഡ്ര എത്തി. അവിടെ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. ഞാൻ കരുതിയത് റെസ്റ്റോറൻറ്റിൽ പോകുന്നതാണ്, ബട്ട് പപ്പി കഡിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയത്. ഇവിടെ എന്തിനാണ് പോകുന്നത് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഫേമസ് ആയിട്ടൊരു ഡോഗ് ഷോ ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട്, അത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. കാര്യം ഞാൻ ഒഴികെ ബാക്കി 3 പേർക്കും ഡോഗ്സ് എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയും. അകത്തേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾ ഡോഗ്സിൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് ആദ്യം ഒരു ഡിക്ലറേഷൻ ഫോം തന്നിട്ടുണ്ടായിരുന്നു, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. പക്ഷേ അത് വായിക്കാൻ പുള്ളി സമ്മതിച്ചില്ല. പുള്ളി തന്നെ അത് ഫില്ല് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും സോക്സ് ഇടണം എന്ന് പറഞ്ഞു, അത് നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഇട്ടിട്ട് വന്നിട്ടില്ല. പക്ഷേ പുള്ളി അത് പോക്കറ്റിൽ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. കാരണം അവിടെയാണ് ഷോ എന്നാണ് എന്നോട് പറഞ്ഞത്. അവിടെ ചെന്ന് വാതിൽ തുറന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഡോഗ് ഷോ അല്ല, എനിക്കുള്ള പണിയാണെന്ന്. 30th ബർത്ത്ഡേ കളറാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കളറാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവിടെ ചെറുതും വലുതുമായ ഡോഗ്സ് എല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ഒത്തിരി ആളുകളും ഉണ്ട്. അവരതിനെ കളിപ്പിക്കുന്നു, പട്ടിക്കുട്ടികൾ പരസ്പരം കളിക്കുന്നു, വഴക്ക് കൂടുന്നു, അങ്ങനെയൊക്കെ. അവിടെ ഒരു വലിയ നീളമുള്ള സ്റ്റൂൾ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പോയി അവിടെ ഇരുന്നു. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ബട്ട് എന്നാലും വലിയ ഡോഗ്സൊക്കെ സൈഡിൽ കൂടെ പോകുമ്പോൾ ശ്വാസം പിടിച്ചാണ് ഞാൻ ഇരുന്നത്. ബട്ട് ഹരിയേട്ടനും ഫ്രണ്ട്സും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതിലെ കുഞ്ഞു പട്ടിക്കുട്ടികളെല്ലാം ഏകദേശം 1 മാസമോ അതിൽ താഴെ പ്രായമുള്ളവരോ ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കുസൃതിയാണ്. വലിയ ഡോഗ്സിന്റെ പുറകെ നടന്നവരെ ശല്യപ്പെടുത്തുകയാണ് ഇവരുടെ മെയിൻ ഹോബി. ഇവരിവിടെ ഡോഗ്സിനെ എല്ലാം വളരെ ക്ലീൻ ചെയ്ത് ഗ്രൂം ചെയ്ത് ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ടുവരാം, അവർക്ക് നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കുള്ള ഫുഡ് കൊണ്ടുവന്നു. ഫുഡ് എന്ന് വെച്ചാൽ പഴമാണ് കൊണ്ടുവന്നത്. അത് കണ്ടതും ആരുടെയൊക്കെയോ കൈകളിലിരുന്ന് അവരെയൊക്കെ തട്ടി കളഞ്ഞിട്ട് ഫുഡിന്റെ പിന്നാലെ പോയി. ഫുഡ് മുഖ്യം ബിഗിലേ എന്നാണ് ഇവരുടെയും പോളിസി എന്ന് തോന്നുന്നു. ഇവരുടെ ഈ ഫുഡ് കഴിക്കുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടപ്പോൾ ഹരിയേട്ടന് ഇവർക്ക് ഫുഡ് എടുക്കണമെന്ന് തോന്നി. അങ്ങനെ പുള്ളി പോയി ഫുഡ് എടുക്കാൻ നേരത്തെ എടുത്ത ഫുട്ടേജ് ആണിത്. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും പ്രതീക പട്ടിക്കുട്ടികളെയൊക്കെ പറ്റിക്കുന്നുണ്ട്. കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഫുഡ് ഉണ്ടെന്ന് കരുതിയിട്ടാണ് അവർ ചാടി കയറുന്നത്. അവിടെ ആക്ച്വലി അവന്റെ കയ്യിൽ ഫുഡ് ഇല്ല. അങ്ങനെ ഇതൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ സോങ് പ്ലേ ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്റെ പേര് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ വിചാരിച്ചു ചുമ്മാ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോഴാണ് പറഞ്ഞത് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണെന്ന്. ഒരു ഡോഗിന്റെ അടുത്തൂടെ തന്നെ പോകാൻ പേടിയില്ല ഞാനാണ് ഇത്രയും ഡോഗ്സിന്റെ ഇടയിലൂടെ ക്രോസ് ചെയ്ത് വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ടാസ്ക് ആയിരുന്നു. ആൻഡ് ഒരു നിമിഷത്തേക്ക് എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ പട്ടിക്കുട്ടികളാണെങ്കിൽ ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പേടിയായി. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല, അത് കേക്ക് കണ്ടുകൊണ്ടാണ് അവരിങ്ങനെ ഇത്രയും എക്സൈറ്റഡ് ആവുന്നത്. കാര്യം വല്ലപ്പോഴാണ് അവർക്ക് കേക്ക് കിട്ടുന്നത്, എപ്പോഴും കിട്ടാറില്ലല്ലോ. അപ്പോൾ കേക്ക് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്തു. ആ ചേച്ചി എനിക്കൊരു സ്പൂൺ തന്നായിരുന്നു. അത് വെച്ച് അവരെ ഫീഡ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ സ്പൂണിൽ കേക്ക് എടുത്ത് എല്ലാവർക്കും കേക്ക് കൊടുത്തു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് കേക്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഡോഗ്സിനെ ഇത്രയും അടുത്ത് കാണുന്നത്. ബിക്കോസ് എനിക്ക് അവരെ പേടിയായതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ഓടുകയാണ് ചെയ്യൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ. കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഫോട്ടോ സെഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയായി. കാര്യം കേക്ക് കട്ടിങ്ങിനാണെങ്കിലും ഒരു ഡിസ്റ്റൻസിലാണല്ലോ ഞാൻ നിന്നത്. ഫോട്ടോ സെഷൻ ആകുമ്പോൾ പിന്നെ അവർ കുറച്ച് അടുത്തായിരിക്കുമല്ലോ ഇരിക്കുക. അപ്പോൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഹരിയേട്ടനും കൂടെ ഇരുന്നപ്പോഴേക്കും പിന്നെ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി. അവരിങ്ങനെ തടവി കൊടുക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ തടവി കൊടുത്തായിരുന്നു. അങ്ങനെ തടവി എൻ്റെ മടിയിലിരുന്ന പട്ടിക്കുട്ടി ഉറങ്ങിപ്പോയി. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോ പ്രിന്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ആസ് എ ഗിഫ്റ്റ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഒരു റൂഫ് ടോപ്പ് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മറൈൻ ഡ്രൈവിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഹോട്ടൽ മറൈൻ പ്ലാസയുടെ 6th ഫ്ലോറിൽ അലമാൻഡ ടവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു റൂഫ് ടോപ്പ് ഹോട്ടൽ ഉണ്ട്. അവിടെയാണ് ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല ഹോട്ടലായിരുന്നു. കടലിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഫുഡും വളരെ നല്ലതായിരുന്നു. സ്റ്റാർട്ടറായിട്ട് 2 ഐറ്റമാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തേത് സൂഫിയാനി പനീർ ടിക്ക ആയിരുന്നു. പനീർ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിരുന്നു. ആൻഡ് അതിൻ്റെ മുകളിൽ വൈറ്റ് കളറിൽ അവരെന്തോ ഒരു സോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ ടേസ്റ്റിനെ ഒത്തിരി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റാർട്ടറായിട്ട് തന്തൂരി ചിക്കനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ചിക്കൻ ആയിരുന്നു. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടർ കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തു. 2 ടൈപ്പ് ഓഫ് ഗ്രേവിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് വെജ്, ഒരു നോൺ വെജ്. വെജിന് വേണ്ടിയിട്ട് പനീർ ചട്ടിനാട് എന്ന് പറഞ്ഞൊരു ഗ്രേവിയും നോൺ വെജ് ഐറ്റമായിട്ട് ബട്ടർ ചിക്കനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒപ്പം 3 ടൈപ്സ് ഓഫ് ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ലച്ച പറാട്ട, രണ്ടാമത്തത് നാൻ ലച്ച പറാട്ട, പിന്നെ ഗാർലിക് ബട്ടർ നാൻ. പിന്നെ അവസാനം കുറച്ച് ജീര റൈസും കൂടി കഴിച്ച് ഫുഡ് അവസാനിപ്പിച്ചു. ടെറസിൽ നിന്ന് നോക്കുമ്പോൾ മറൈൻ ഡ്രൈവ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ ഒരുപാട് ആളുകൾ വന്നിരിക്കാറുണ്ട്. ഏത് രാത്രി നമ്മൾ വന്നാലും വെളുപ്പാങ്കാലത്ത് വന്നാലും ആളുകൾ ഒരുപാട് പേര് അവിടെ ഉണ്ടാവാറുണ്ട്. സങ്കടം ഉള്ളപ്പോഴൊക്കെ ഇവിടെ വന്നിരുന്ന നല്ല സമാധാനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പം മറൈൻ ഡ്രൈവിനും പറയാനുണ്ടായിരിക്കും ഒരുപാട് പേരുടെ സങ്കട കഥ. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റോളം അവിടെ ഇരുന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് പോയത് പ്രിയങ്കയുടെ വീട്ടിലായിരുന്നു. അവിടെ നിന്നും ഏകദേശം 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു പ്രിയങ്കയുടെ വീട്ടിലേക്ക്. അവിടെ എത്തിയപ്പോഴേക്കും 12 മണി അടുപ്പിച്ച് ആവാറായി. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് കരുതി.
കരുതി. എല്ലാവരും ഉറങ്ങിയതുകൊണ്ട് തന്നെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ റൂമിനകത്ത് പോയാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു അവിടെ. അതിനുശേഷം പ്രിയങ്കനെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ 3 പേരും വീട്ടിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ദൈവത്തിനോട് നന്ദി പറയാണ്ട് ഈ ദിവസം അവസാനിപ്പിക്കാൻ കഴിയില്ല എനിക്ക്. നമ്മൾ പിടിവിട്ട് നിൽക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലോ, അതായത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻസ്, ഒന്നും ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ, അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം ഒരു അദൃശ്യ ശക്തിയായിട്ട് എനിക്ക് താങ്ങായും തണലായും നിന്നിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളാണ്. ഇതെന്റെ 30ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആരെങ്കിലും എന്നോട് ഈ 30 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ഇറ്റ് വാസ് എ വെരി ലോങ് ഹാർഡ് യെറ്റ് ബ്യൂട്ടിഫുൾ ജേർണി. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്നിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പല ആഗ്രഹങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, സങ്കടപ്പെടുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരെയും ഒന്നും അറിയിച്ചിട്ടില്ല. എല്ലാത്തിനും ദൈവം മാത്രമായിരുന്നു സാക്ഷി. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും ആണെങ്കിലോ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതിൻ്റെ ഒക്കെ പിന്നിൽ ദൈവത്തിന്റെ കൈയുണ്ട്. ആൻഡ് ഐ ആം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആഗ്രഹിച്ചതെല്ലാം ലൈഫിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ നോ. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ഓരോ ആഗ്രഹങ്ങളിലും എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്താണോ അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം ദൈവത്തിന്റെ പ്ലാനാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നാണ്. അമ്പലത്തിൽ നിന്ന് വന്ന ഒരു ചെറിയ കേക്ക് കട്ടിങ്ങോട് കൂടി നമ്മുടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിപ്പിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.